ഗുഡ് മോർണിംഗ് പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc കെമിസ്ട്രി BSc ഫിസിക്സ് പഠിക്കുന്ന 4th സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സിലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സം എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിലെ ഒരു എക്സാമ്പിൾ ആയിരുന്നു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം. രണ്ട് എൻഡും ഫിക്സ് ചെയ്ത ഒരു സ്ട്രിങ് നമ്മൾ എടുത്തു. ഒരു സ്ട്രിങ്ങിന്റെ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് അതിന്റെ മിഡിൽ ഭാഗം ഒന്ന് പ്ലഗ് ചെയ്ത് അതിനെ റിലീസ് ചെയ്തു. അപ്പോൾ ഈ സ്ട്രിങ്ങിൽ ഒരു വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വേവ് ഉണ്ടാവും. എക്സ്പെരിമെന്റ് വേണ്ടിയിട്ട് ഇതിന്റെ ചെറിയ ഒരു ഭാഗം, ഈ ഒരു ഭാഗം മാത്രം ഞാൻ സെലക്ട് ചെയ്യാണ്. നെക്സ്റ്റ്, ഈ സ്ട്രിങ്ങിലെ നിയറസ്റ്റ് കിടക്കുന്ന, ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് പോയിന്റും ഞാൻ സെലക്ട് ചെയ്തു. ഈ രണ്ട് പോയിന്റ്, അതിലെ ഈ രണ്ട് പോയിന്റ്, സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു രണ്ട് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. അതിലെ ഫസ്റ്റ് പോയിന്റിനെ 1p എന്നും സെക്കൻഡ് പോയിന്റിനെ q എന്നും ഡിനോട്ട് ചെയ്തു. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സും അടയാളപ്പെടുത്തി. ഡെൽറ്റ എക്സ് സ്മോൾ എക്സ് എന്നാണ്, സ്മോൾ ലെങ്ത്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് പിയും ക്യൂവും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സും ഡിനോട്ട് ചെയ്തു. പി എന്ന പോയിന്റ് അറ്റ് എക്സ് ആക്സിൽ എക്സിലും ക്യൂ എന്ന പോയിന്റ് അറ്റ് എക്സ് ആക്സിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലുമാണ് നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് പോയിന്റ് എടുത്തു. നെക്സ്റ്റ്, വൈബ്രേഷൻ ഉണ്ടായ ടൈമിൽ ഈ ഒരു അറ്റ് എ സെക്കൻഡിൽ പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും ടെൻഷൻ അനുഭവപ്പെടും. കാരണം സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും ടെൻഷൻ ഉണ്ടാവും. അതുപോലെ അറ്റ് ഈ പൊസിഷനിൽ കിടക്കുമ്പോഴും ആ സ്ട്രിങ്ങിലെ പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും രണ്ട് ടെൻഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ ഞാൻ പി എന്ന പോയിന്റിലെ ടെൻഷനെ T1 അതുപോലെ തന്നെ ക്യൂ എന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ടെൻഷനെ T2 എന്നും അടയാളപ്പെടുത്തി. രണ്ടിൻ്റെയും ഡയറക്ഷനും അടയാളപ്പെടുത്തി. രണ്ടും ഒരു ടെൻഷനാണ്. അതിൻ്റെ കമ്പോണൻസ് വെക്റ്റേഴ്സും ഞാൻ എഴുതി. ദാറ്റ് ഈസ് ആൽഫ എന്ന ആംഗിളും ബീറ്റ എന്ന ആംഗിളും എടുത്തിട്ടുണ്ടെങ്കിൽ T1 കോസ് ആൽഫ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും T1 സൈൻ ആൽഫ T1ന്റെ വെർട്ടിക്കൽ കമ്പോണൻസും ആയിരിക്കും. അതുപോലെ തന്നെ ബീറ്റ എന്ന ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ T2യുടെ രണ്ട് കമ്പോണൻസ് ആണ്, T2 എന്ന ടെൻഷന്റെ രണ്ട് കമ്പോണൻസ് ആണ് T2 കോസ് ബീറ്റയും, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് T2 കോസ് ബീറ്റയും, അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് T2 സൈൻ ബീറ്റയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡെറിവേഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഒരു സ്ട്രിങ്ങിലെ രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തി അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സും ആ രണ്ട് പോയിന്റിലും ഫീൽ ചെയ്യുന്ന ടെൻഷൻ T1ഉം T2ഉം, അതുപോലെ തന്നെ ആൽഫ ബീറ്റ ആംഗിൾ എഴുതി മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻസ് T1 കോസ് ആൽഫ T1 സൈൻ ആൽഫ, T2യുടെ കമ്പോണൻസ് T2 കോസ് ബീറ്റ, അതുപോലെ തന്നെ T2 സൈൻ ബീറ്റ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രാഫിക്കലി അടയാളപ്പെടുത്തി. നെക്സ്റ്റ്, നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. എക്സ്പെരിമെന്റ് വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ്, ദ മാസ് ഓഫ് ദി സ്ട്രിങ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൺസ്റ്റന്റ്. ദ മാസ് ഓഫ് ദി സ്ട്രിങ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൺസ്റ്റന്റ്. ദ സ്ട്രിങ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ഡസ് നോട്ട് ഓഫർ എനി റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. Second, the tension
caused by the stretching the string before fixing it at the ends is so large that the action of the gravitational force on the string can be neglected. Third one, the string performs small transverse motion in a vertical plane. That is, every particle of the string moves strictly vertically. അഥവാ ഹൊറിസോണ്ടലി ഒരു മൂവ്മെന്റും ഇല്ലാതെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അഥവാ ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടുള്ള 3 അസംഷൻ ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മാസ് ഓഫ് ദി സ്ട്രിങ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ ദ സ്ട്രിങ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്നും does not offer any resistance to bending. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ ആണ് ഇതിന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഇല്ല. അഥവാ ഈ സ്ട്രിങ്ങിലെ എല്ലാ പോയിന്റും താഴോട്ടും അതുപോലെ മുകളിലോട്ടും മാത്രമാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു മൂവ്മെന്റും ഇല്ലാതെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 അസംഷനും നമ്മൾ ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ഇതാണ് നമ്മളെ ഡയഗ്രാം. ഇതിലെ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് പി എന്ന പോയിന്റിലും അതുപോലെ തന്നെ ക്യൂ എന്ന പോയിന്റിലും ഫീൽ ചെയ്യുന്ന ടെൻഷനാണ് T1 T2. നമ്മൾ ആദ്യം പറഞ്ഞു. നമ്മൾ രണ്ടാമതായിട്ട് ഇതിന്റെ അസംഷനിൽ തേർഡ് അസംഷൻ നമ്മൾ എടുത്തുള്ളത് ഈ സ്ട്രിങ്ങിന് വെർട്ടിക്കൽ മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ, ദർ ഈസ് നോ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. അതായിരുന്നു. therefore ഈ ക്യൂ എന്ന പോയിന്റ് താഴോട്ടും മുകളിലോട്ടും മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അഥവാ ഈ സ്ട്രിങ്ങിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് താഴോട്ടും മുകളിലോട്ടും മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കാരണം T2 cos ബീറ്റ, T1 cos ആൽഫ ഇത് രണ്ടും സെയിം ഫോഴ്സ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫോഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ വെർട്ടിക്കലായി ഹൊറിസോണ്ടൽ ആയിട്ടും മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തേർഡ് അസംഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ മൂവ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. therefore T1 cos ആൽഫയും T2 cos ബീറ്റയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, T1 cos alpha equal to T2 cos beta that equal to T എന്ന് നമ്മൾ വിളിച്ചു. ആ കോൺസ്റ്റന്റിനെ T എന്ന് വിളിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ ഫോഴ്സ്. ബാക്കി ഇവിടെ ടോട്ടൽ ഫോഴ്സ് സ്ട്രിങ് ഈ അറ്റ് എ സെക്കൻഡിൽ എടുത്ത ഒരു പോർഷൻ ആണ് ഇത്. ഈ സമയത്ത് സ്ട്രിങ് മുകളിലോട്ടായിരിക്കും, അടുത്ത സെക്കൻഡിൽ ഈ സ്ട്രിങ് താഴോട്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഈ ടൈമിൽ T2 സൈൻ ബീറ്റയാണ് കൂടുതൽ, അതേപോലെ T1 സൈൻ ആൽഫ. പിന്നെ ടോട്ടൽ ഈ ഫോഴ്സ് ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് പറഞ്ഞാൽ T2 സൈൻ ബീറ്റ മൈനസ് ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് T2 ടോട്ടൽ ഫോഴ്സ് F ഈക്വൽ ടു T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫ. ഇതായിരിക്കും പിന്നുള്ള ഫോഴ്സ്. അഥവാ ഇത് രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ് T2 സൈൻ ബീറ്റ മൈനസ് T1, ദാറ്റ് ഈസ് F ഈക്വൽ ടു T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്കറിയാം. F ഈക്വൽ ടു ma. m മാസ്, അതുപോലെ തന്നെ a ആക്സിലറേഷൻ. ഇവിടെയുള്ള മാസ് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത്. ദാറ്റ് ഈസ് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു പിയും ക്യൂയും നിയറസ്റ്റ് ആയ 2 പോയിന്റ് ആണ്, അടുത്തടുത്ത് കിടക്കുന്ന 2 പോയിന്റ് ആണ്. നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അതിനെ സൂം ചെയ്ത് ഇത്രയും വൈഡ് ആക്കി കാണിച്ചുള്ളത്. ഡെൽറ്റ പിയും ക്യൂയും ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന 2 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഈ ഡെൽറ്റ എക്സ് ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് പി ക്യൂ എന്ന സ്ട്രിങ്ങിലെ ഈ ലെങ്തിനോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇതും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഏറ്റവും ചെറിയ ഇത് എത്രത്തോളം ചെറുതാണോ അത്രത്തോളം ആ എറർ മിനിമൈസ് ചെയ്യും. ഓക്കെ, therefore F equal to ma, that is
m equal to mass per unit length into that string in the length, that is delta x, that is m equal to rho delta x. Next acceleration, ഇത് u എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് ഇതിന്റെ ആക്സിലറേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതി. ഒന്ന് ഈ ഗ്രാഫിക്കലി എഫ് ഈക്വൽ ടു T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫ. നെക്സ്റ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എം എഫ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 രണ്ടും സെയിം ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു, ഇതും എഫ് ഈക്വൽ ടു ആണ്, ദാറ്റ് ഈസ് ഫ്രം 2 and 3 T2 sin beta minus T1 sin alpha that equal to rho delta x dou square u by dou t square. രണ്ടും f ആയതുകൊണ്ട് അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. നെക്സ്റ്റ് ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. therefore നമുക്കറിയാം T1 cos alpha അത് തന്നെയാണ് T2 cos beta അത് തന്നെയാണ് T എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഫൈനൽ കിട്ടിയ ഈ ഇക്വേഷനെ ഈ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. therefore ഈ റൈറ്റ് സൈഡിൽ ടി കൊണ്ടും ഇതിലെ ഓരോ കമ്പോണന്റിനെ T1 cos ആൽഫയും T2 cos ബീറ്റ കൊണ്ടും ഡിവൈഡ് ചെയ്തു. therefore T2 sin beta divided by T2 cos beta minus T1 sin alpha divided by T1 cos alpha that equal to rho delta x divided by t into dou square u by dou t square. T2 കോമൺ ആണ്, അതുപോലെ തന്നെ T1 കോമൺ ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത്, ദാറ്റ് ഈസ് സൈൻ ബീറ്റ ഡിവൈഡ് ബൈ കോസ് ബീറ്റ, ദാറ്റ് ഈസ് ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഈക്വൽ ടു റോ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ടി റോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. നമുക്കറിയാം ടാൻ തീറ്റ ടാൻ ബീറ്റ പറഞ്ഞാൽ സ്ലോപ്പ്, അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് at tan beta, that is dou u by dou x at x plus delta x. ഇതാണ് tan beta. tan beta എന്ന് പറയുന്നത് dou u by dou x at x plus delta x ഉം tan alpha എന്ന് പറയുന്നത് dou u by dou x at x എന്നും. therefore അതിന്റെ ആ രീതിയിലുള്ള നൊട്ടേഷൻ കൊടുത്തു, that is tan beta minus tan alpha that equal to dou u by dou x at x plus delta x minus dou u by dou x at x that equal to rho into delta x divided by t dou square u by dou t square. Next delta x ne LHS ലേക്ക് എടുത്തു, that is dou u by dou x at x plus delta x minus dou u by dou x at x all divided by delta x that equal to rho divided by t dou square u by dou t square. രണ്ട് സൈഡും ലിമിറ്റ് എടുത്തു, ലിമിറ്റിംഗ് കേസ്, that is limit delta x goes to 0 dou u by dou x at x plus delta x minus dou u by dou x at x all divided by delta x equal to limit delta x goes to 0 rho by t dou square u by dou t square. നമുക്കറിയാം LHS കിടക്കുന്നത് ഡിഫറൻഷ്യലിന്റെ, ദാറ്റ് ഈസ് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ആണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോസ് ടു 0 ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അഥവാ ഏതാണോ ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ ഫംഗ്ഷൻ ഡോ യു ബൈ ഡോ എക്സ് ആയിരുന്നു, therefore ഇതിന്റെ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. therefore ഡോ സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഡെൽറ്റ എക്സിന്റെ ടേം ഒന്നും തന്നെ കിടക്കുന്നില്ല. therefore ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോസ് ടു 0 rho by t dou square u by dou t square equal to rho by t dou square u by dou t square. therefore dou square u by dou x square equal to rho by t dou square u by dou t square. that equal to dou square u by dou t square equal to t by rho
റോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിലെ ടി ബൈ റോ എന്ന നമുക്കറിയാം ടി പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, റോ എന്ന് പറഞ്ഞാലും കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റിനെ സി സ്ക്വയർ ഒന്ന് ഡിനോട്ട് ചെയ്തു. Therefore, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ പ്രൂഫ്. That is dou square u by dou t square equal to c square into dou square u by dou x square.